മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ UDF സർക്കാർ അധികാരത്തിലേറിയതിൻ്റെ സന്തോഷസൂചകമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ലഡു വിതരണവും ചെയ്തു. തുടർന്ന് നടന്ന യോഗം ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. PR മുരളി അധ്യക്ഷനായിരുന്നു. 2011 മുതൽ 16 വരെ ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാരാണ് കേരളത്തിലെ സംസ്ഥാന സർവീസ് പെൻഷൻകാർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ തന്നിട്ടുള്ളത്. അർഹിക്കുന്ന ആനുകൂല്യങ്ങൾ ഏതാണ്ട് മുഴുവനായും തന്ന സർക്കാരായിരുന്നു കേരളം കണ്ട അടുത്ത കാലങ്ങളിൽ കണ്ട ഏറ്റവും നല്ല സർക്കാരായ ഉമ്മൻചാണ്ടി സർക്കാർ. അന്നാണ് നമുക്ക് ഫിറ്റ്മെന്റ് ആനുകൂല്യം എന്ന് സർവീസുകാർക്ക് 12% കൊടുത്ത സമയത്ത് വാർഷിക ഇൻക്രിമെന്റ് ഇല്ലാത്ത നമുക്ക് പെൻഷൻകാർക്ക് 18% ഫിറ്റ്മെന്റ് തന്നുകൊണ്ട് തൊട്ട് മുൻപത്തെ മാസത്തെ പെൻഷൻ ബേസിക് പെൻഷന്റെ നേരെ ഇരട്ടിയായി നിശ്ചയിച്ച് ആണ് പേ റിവിഷൻ കമ്മീഷൻ പെൻഷൻ റിവിഷൻ കമ്മീഷൻ തീരുമാനമെടുത്തത്. അതാണ് നമുക്ക് ലഭ്യമായത്. അതേ പ്രതീക്ഷ അതേ ചൂടോടുകൂടി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അതേ ശൈലിയിലാണ് ഈ സർക്കാർ വി ഡി സതീശൻ സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്ന് കാണുന്നതിൽ വളരെ സന്തോഷവും അഭിമാനവും KSSPAക്കുണ്ട്. വന്ന ഉടനെ തന്നെ എനിക്ക് യാതൊരു എസ്കോർട്ടും വേണ്ട, എനിക്ക് വാഹന വ്യൂഹങ്ങൾ വേണ്ട, ജനങ്ങൾ തന്നെയാണ് എൻ്റെ സംരക്ഷകർ എന്ന് ഉറക്കെ പറയാനുള്ള ആർജവം കാണിച്ച മുഖ്യമന്ത്രിയാണ് ശ്രീ വി ഡി സതീശൻ. ലക്ഷങ്ങളുടെ രാഷ്ട്രീയ വ്യത്യാസം എന്നെ കേരളത്തിലെ ഏതാണ്ട് സമസ്ത മേഖലയിലെയും ആൾക്കാർ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. അദ്ദേഹം വന്ന ഉടനെ തന്നെ 5 ഇന്ദിരാഗാന്ധി 5 ഗ്യാരണ്ടി 5 പോയിന്റ് ഗ്യാരണ്ടി ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കാനുള്ള ഒരു ധൃതിയിലാണ്. പത്രലേഖകരോട് പറഞ്ഞ പത്ര റിപ്പോർട്ടർമാരോടുള്ള സമീപനം നാം കാണേണ്ടതാണ്. കടക്ക് പുറത്ത് എന്ന് പറയുന്നതിന് പകരം വരൂ, നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം, എന്ത് വേണമെങ്കിലും വിമർശിക്കാം, ആ വിമർശനം ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണെന്ന വളരെ വിശാല മനസ്കതയോടുകൂടിയാണ് ശ്രീ വി ഡി സതീശൻ അവർ മുഖ്യമന്ത്രിയായി വളരെ പ്രതീക്ഷയോടെ അധികാരത്തിലേറുന്നത്. ഇവിടെ ഈ മന്ത്രിസഭാ രൂപീകരണ വേളയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചവർ, അതിൻ്റെ മനപ്പായസം കൊണ്ടവർക്കെല്ലാം നിരാശയായിക്കൊണ്ട് എല്ലാം 20 മന്ത്രിമാരും 40 കൊല്ലത്തിന് ശേഷം കഴിഞ്ഞ 40 വർഷത്തിന് ശേഷമാണ് ഒരു മന്ത്രിസഭ മുഖ്യമന്ത്രി അധികാരമേൽക്കുമ്പോൾ അതിലുള്ള 20 മന്ത്രിമാരും മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും ഒന്നിച്ച് ഒരേ സമയത്ത് അധികാരത്തിലേൽക്കുന്നത്. UDF ചെയർമാൻ P. ഗിരീശൻ, ഓമന ഉണ്ണി, ഭാസ്കരൻ ചിങ്ങനേഴി, K. ശിവദാസൻ, B. ഉണ്ണികൃഷ്ണൻ, B. K. വാസുദേവൻ, A. ജ്ഞാനാംബിക, V. മുരളീധരൻ, P. K. അബ്ദു, P. V. ശശിധരൻ, M. രവികുമാർ, MP ശ്രീദേവി, N. നാരായണൻകുട്ടി, ജോർജ് ജോസഫ്, M. നാരായണൻകുട്ടി, വിനോജ് രാമൻ തുടങ്ങിയവർ സംസാരിച്ചു.